പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഉറക്കം തൂങ്ങിയ പോലെ, എപ്പോഴും അലസനായി, ഒന്നും ചെയ്യാൻ കഴിയാതെ, എപ്പോഴും മടി, കൂടുതൽ ഉറക്കം, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയാതെ എല്ലാ സമയം ഇങ്ങനെ ഉറക്കം വരിക, ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള പരിഹാരമാണ്, നല്ല ഒരു ആത്മീയമായ പരിഹാരമാണ്. അതിനു മുമ്പ് പൊതുവായി ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങൾ പറയാം. ആദ്യമായി, ഈ പകലും അതുപോലെ മറ്റുള്ള സമയങ്ങളൊക്കെ കൂടുതൽ ഉറക്കം വരുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു 5 കാര്യം. ഒന്നാമത്തേത്, ശുദ്ധമായ പഴകാത്ത ഭക്ഷണം ശീലമാക്കുക. ഭക്ഷണം ഉണ്ടാക്കി 90 മിനിറ്റിനകം അത് കഴിക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പഠനങ്ങൾ പറയുന്നത്. 90 മിനിറ്റ് കഴിഞ്ഞാൽ ആ ഭക്ഷണം നിർജീവമാകും. നിർജീവമായ ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ദഹന പ്രശ്നമുണ്ടാകും, ശരീരത്തിൽ ക്ഷീണമുണ്ടാകും, അസ്വസ്ഥതകൾ ഉണ്ടാകും. ഭക്ഷണം കഴിച്ച ഉടനെ ചൂടോടുകൂടിയും കഴിക്കരുത്, ഒരുപാട് സമയം കഴിഞ്ഞ് കഴിക്കരുത്. ഏകദേശം 1 മണിക്കൂറിനകം അത് കഴിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉറക്കം വരുന്ന ആളുകൾ ഇക്കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്, ഭക്ഷണത്തിൻ്റെ നിലവാരം, നല്ല ന്യൂട്രിഷൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. ശരീരത്തിന് ഗുണമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ ലളിതമായ ഭക്ഷണം ശീലമാക്കുക. ഹെവി ഫുഡ് ഒഴിവാക്കുക. കൂടുതൽ ഭക്ഷണം വാരി കഴിക്കുക. ഇത് പൊതുവേ നല്ലതല്ല. പ്രത്യേകിച്ച് ഈ കൂടുതൽ ഉറക്കമുള്ള ആളുകൾ ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിന് വേണ്ടി മാത്രം ഭക്ഷണം കഴിച്ചാൽ ആ ഉറക്കത്തിൻ്റെ ആ അളവ് കുറക്കാൻ പറ്റും. നാലാമത്തെ കാര്യം ഇവർ പൊതുവെ ചെയ്യേണ്ടത്, കൂടുതൽ ഉറക്കമുള്ള ആളുകൾ എപ്പോഴും സന്തോഷവാനായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ അവനിക്ക് കൂടുതൽ ഉറക്കം തൂക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അവനിക്ക് മാറി നിൽക്കാൻ കഴിയും. അപ്പോൾ എപ്പോഴും കൂടുതലും അവന് സന്തോഷവാനായിരിക്കും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അഞ്ചാമത്തെ, ഇവർ ക്രമബദ്ധമായ ആ ഉറക്കം, രാത്രി കഴിയുന്നതും നേരത്തെ ഉറങ്ങുക, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. പരമാവധി നമ്മളൊക്കെ പൊതുവായി പറയാനുള്ളത് വരെ പ്രായപൂർത്തിയായ ഒരാളുടെ ഉറക്കത്തിൻ്റെ സമയം 7-8 മണിക്കൂർ ഉറങ്ങുക പരമാവധി. ചില ആളുകൾക്ക് അത് വ്യത്യാസമുണ്ടാകും, 6 മണിക്കൂർ മതിയാകും. ഓരോ ശരീരത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചുണ്ടാകും. എന്തായാലും ഓരോ ശരീരത്തിന് ആവശ്യമുള്ള ഉറക്കം എത്രയാണെന്ന് നമുക്ക് അറിയും. ഇനി ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മന്ത്രം ഞാൻ പറഞ്ഞു തരാം. സ്ക്രീനിൽ കാണുന്ന ഈ ആയത്ത് നിങ്ങൾ എഴുതി കെട്ടുക. സൂറത്തുൽ അഅറാഫിലെ 143-ാമത്തെ ആയത്ത്. ഫലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനീ അൻദുർ ഇലൈക ഖാല ലൻ തറാനി വലാകിൻ انظുർ ഇലൽ ജബൽ فإن استقر مكانه فسوف تراني فلما تجلى ربه للجبل جعله دكا وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين.